ഒത്തിരി പ്ലാന്റ്സ് വാങ്ങിക്കൂട്ടുന്നവർക്കായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് വാങ്ങിക്കൂട്ടിയിട്ടും ഒന്നും പിടിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒരു പ്ലാന്റ് പൂത്ത് നിന്നാൽ മതി, നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. ഇത് നിർവാണയുടെ വൈറ്റ് സ്പ്ലാഷ് ആണേ. ഒത്തിരി ആയിട്ട് ഞാനിത് വെച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ വലിയ ഗ്രോത്തും കാര്യങ്ങളൊന്നും ഈ ഒരു പ്ലാന്റിന് ഉണ്ടായിട്ടില്ല. എന്നും ഫംഗൽ ഇൻഫെക്ഷൻ മൂലം സ്റ്റെമ്മിനും ഒക്കെ ഡാമേജ് ആണ്. അങ്ങോട്ടേക്ക് നന്നായിട്ട് പ്രോപ്പർ ഗ്രോത്ത് ഇല്ലാത്തൊരു പ്ലാന്റ് ആണ്. എനിക്കറിയില്ല കേട്ടോ എന്താ റീസൺ എന്ന്. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ഫ്ലവർ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ. നമുക്കും എല്ലാ പ്ലാന്റും പിടിച്ച് കിട്ടണമെന്നില്ല കേട്ടോ. ഒരു പ്ലാന്റ് വാങ്ങിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കട്ടിങ്സ് വെച്ചതാണ് കേട്ടോ ഇത്. പക്ഷേ അതിൻ്റെ കറക്റ്റ് മദർ പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഇങ്ങനെ ഈ സാപ്ലിങ്സ് പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. റൂട്ടഡ് പ്ലാന്റ്സ് നന്നായിട്ട് റൂട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പാവം മണ്ണും ഒന്നും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അതിനൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടിരിക്കുകയാണ്. ഏതൊക്കെയോ ഉണ്ടായിരുന്ന കുറേ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് വെച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള മദർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഐഡിയയും ഇല്ല. അങ്ങനെയും ഇങ്ങനെയും കുത്തിവെക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാം സാപ്ലിംഗ് ആണ്, സീഡ്ലിംഗ് അല്ല, സാപ്ലിംഗ് ആണ് എല്ലാം. ഒരു ലാവൻഡർ വൈറ്റ് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആണല്ലോ ലാവൻഡർ വൈറ്റ്. അപ്പോൾ ലാവൻഡർ വൈറ്റ് ഞാൻ കുറച്ച് കട്ടിങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 3-4 ഞാൻ റിപ്പോർട്ട് ചെയ്തു കേട്ടോ. അത് എന്നോട് പോട്ട് പ്ലാന്റ് ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ പോട്ടിൽ ഞാൻ കൊടുക്കുന്നത്. പോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വീടിനെ അടുത്തുള്ളവർക്കാണ്. ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വഴി മാത്രമേ പ്ലാന്റ്സിനെ അയക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ പോട്ട് പ്ലാന്റും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. മെസ്സേജിന് റിപ്ലൈ കുറച്ച് ഡിലേ ആയിട്ട് വന്നാലും എപ്പോഴായാലും റിപ്ലൈ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് നേരത്തെ കൂട്ടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ലാവൻഡർ വൈറ്റ് വേണമെന്ന് പറഞ്ഞ ആൾക്കാരുടെ പ്ലാന്റ്സ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോട്ട് പ്ലാന്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് എല്ലാ പ്ലാന്റ്സിലും റൂട്ട് ഇറങ്ങിയിട്ടുള്ള പ്ലാന്റ്സാണ് ഈ ഒരു സെക്ഷനിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ പെറ്റൂണിയൊക്കെ അത്യാവശ്യം നല്ല വലിയ പെറ്റൂണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് അയക്കാൻ ബുദ്ധിമുട്ടാണിത്. ഇതുപോലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഒരിക്കലും നമുക്കിത് കൊറിയർ വഴി ആർക്കും അയച്ചു കൊടുക്കാനായിട്ടൊക്കില്ല കേട്ടോ. അപ്പോൾ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് സ്വീകരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളവർക്ക് പോട്ട് പ്ലാന്റ് എടുക്കുന്ന ടൈമിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള സാപ്ലിങ്സും കൂടി അതിനോടൊപ്പം വിടാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും കളേഴ്സിൻ്റെ പ്ലാന്റ്സ് പോട്ട് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിന് മുന്നത്തൊക്കെയുള്ള ഷോർട്ട് വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് ചോദിക്കാതെ എന്താണ് വേണ്ടതെന്ന് ഡയറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി മെസ്സേജിന് റിപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഒത്തിരി ഇൻബോക്സ് മെസ്സേജ് വരുന്നതെല്ലാം ഇങ്ങനെ തിരിച്ചും മറിച്ചും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാനതിനൊന്നും എക്സാക്റ്റ് റിപ്ലൈ തരാത്തത് കേട്ടോ. അപ്പോൾ നമുക്കും പ്ലാൻസും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഇതെല്ലാം വരുമ്പോൾ നമുക്കും സമയപരിമിതി വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ഫ്രീ ടൈമിലാണ് ഞാൻ എല്ലാ മെസ്സേജസിനും റിപ്ലൈ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പോട്ട് പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലാവൻഡർ വൈറ്റ് ആണ്. റൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ആ പ്ലാന്റിൽ ചെയ്താൽ മാത്രമേ കുറച്ചുകൂടെ ഒന്ന് ബുഷായിട്ട് ആ പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് വന്നിട്ട് നമ്മുടെ നാടൻ വൈറ്റ് പെറ്റൂണിയാണ്. ഞാൻ പെറ്റൂണിയ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കാണിച്ചു കഴിഞ്ഞാൽ നാളെ ആ പ്ലാന്റ് ഉണ്ടാവില്ല. എനിക്കതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ അനുഭവങ്ങളെല്ലാം ആ ഒരു രീതിക്കാണ്. ആ ലാവൻഡർ വൈറ്റിൻ്റെ ഒരു 9 പോട്ട് പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്തിരുന്നത് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്ലാന്റ് എല്ലാം ഫംഗൽ ഇൻഫെക്ഷൻ മൂലം ഇല്ലാണ്ടായിപ്പോയി. അതുപോലെ ഞാൻ ഏത് പ്ലാന്റ് അങ്ങനെ ഇട്ടിരുന്നാലും പിറ്റേന്നാകുമ്പോൾ പ്ലാന്റിൻ്റെ കാര്യത്തിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ ഫ്ലവർ ഷോ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയിക്കാനും ഒക്കെ കൂടിയിട്ടാണ് നമ്മളിങ്ങനൊരു വെറൈറ്റി അല്ല നമ്മൾ ഈ ഫ്ലവർ ഷോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഉള്ള കാര്യങ്ങളെന്നൊക്കെ. ഇത് ബീട്രൂട്ട് പെറ്റൂണിയാണോ അതിൽ നമ്മൾ ടൈഡൽ റെഡാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ട്രെൻഡിങ് ആയതുകൊണ്ട് എനിക്ക് ഐവറി ഇട്ട സമയത്തെല്ലാം ബീട്രൂട്ട് ആണോ എന്ന് ചോദിച്ചാണ് മെസ്സേജസ് വന്നത്. ഒരു 10-20 മെസ്സേജസ് വന്നിട്ടുണ്ട്. എല്ലാം ബീട്രൂട്ട്, ബ്ലാക്ക് ഇതൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടത് തന്നെ ഐവറി പെറ്റൂണിയൊക്കെയാണ് കേട്ടോ. ഇത് എൻ്റെ തന്നെ പ്ലാന്റ്സ് എന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സാണ് ടൈഡലിൻ്റെ റെഡ്. നോക്കൂ,
നോക്കൂ, അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ നോക്കൂ, എന്ത് ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഇത് എൻ്റെ തന്നെ പ്ലാന്റ്സ് ആണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഞാൻ അത്രയും പാടുപെട്ട് വളർത്തിക്കൊണ്ടിരുന്ന പ്ലാന്റ്സ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 4-5 ദിവസമായി ഒരു കട്ടിങ്സ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ബുഷായി കിട്ടാനായിട്ട്. പക്ഷേ അതത്ര വലിയ ഉഷാറായിട്ടില്ലേ. ഇതൊക്കെ നമ്മുടെ വൈറ്റിൻ്റെ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഓരോരോ പ്ലാന്റ്സ് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ഫ്ലവർ മാത്രം ഷോ ചെയ്ത് പോവുകയാണേ. ഇത് റെഡാണോ ഇവറിയാണോ എന്ന് അറിയില്ല കേട്ടോ. ഫ്ലവർ ആയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെറ്റൂണിയുടെയും വിങ്കയുടെയും ഒക്കെ വിശേഷങ്ങളായിട്ട് വരുന്നത്. ഇതും ഒരു നല്ല പ്ലാന്റാണ് കേട്ടോ, വിങ്കയുടെ. പിന്നെ ഇത് നമ്മുടെ ഡബിൾ പെറ്റൽ വയലറ്റ് ആണ്. ഇത് നോക്കൂ, അത്യാവശ്യം നല്ല ലെങ്തുള്ള പ്ലാന്റാണ്. ഇതൊക്കെ നമ്മൾ കൊറിയർ അയക്കാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ പ്ലാന്റ് ഒന്നും ഉണ്ടാവില്ല, അത്രയും ഇല്ലാണ്ടായി പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കൂട്ടിന് ട്രാൻസ്പോർട്ടേഷൻ വഴിയാകുമ്പോൾ ഒത്തിരി പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇത് അതിനോടൊപ്പം അയക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ ഇതിന് പാക്കിങ്ങിന് ചാർജിനും വെയിറ്റും കാര്യങ്ങളൊക്കെ വരും. നല്ല നമ്മൾ വെയിറ്റുള്ള പോട്ട് മിക്സൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.